എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരു മരുമകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു വില എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്. അവർ എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ കരിയറും തന്നെയാണ് എൻ്റെ വാല്യൂ. നമസ്കാരം. വുമൺസ് ഡേ പ്രമാണിച്ചിട്ട് നമ്മൾ ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും വളരെ ബഹുമാനിക്കാനായിട്ടുള്ള കുറച്ച് വുമണിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരോട് ചോദിച്ചു ഒരു ഇൻ്റർവ്യൂ ഇരിക്കാൻ പറ്റുന്നു, അവരുടെ ലൈഫ് എങ്ങനെ നടക്കുന്നു, കരിയർ എങ്ങനെ നടക്കുന്നു, അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു, ഇത് നമ്മുടെ ഓഡിയൻസിന് ഒരു ഇൻസ്പിറേഷൻ ആവും എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിത് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് സ്വപ്ന മിസ്സാണ്. സ്വപ്ന മിസ് എന്ന് പറഞ്ഞാൽ ഞാൻ BBA പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ BBA പഠിക്കുന്ന ടൈമിൽ യാതൊരുവിധ വിവരമില്ലാത്ത ടൈമിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുള്ള ആളാണ് സ്വപ്ന മിസ് പറഞ്ഞാൽ. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞങ്ങൾക്കൊരു ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സും ഒരു നിമിത്തമാണ്. അന്ന് എനിക്ക് യാതൊരു പിടിയുണ്ടായില്ല ഞാൻ ഈ പണി ചെയ്യുന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഗുരുദൈവം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഗുരുദൈവം എന്ന് പറയേണ്ടത് അപ്പോൾ മിസ്സിൻ്റെ അടുത്ത് തന്നെ തുടങ്ങിയാലല്ലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരാണ് മിസ്സിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ മിസ്സ് വളരെ സന്തോഷത്തോടെ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ്. പിന്നെ ഇതൊരു പകപോക്കലും കൂടിയാണല്ലോ, കാരണം പണ്ട് വൈവെടുത്ത് നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചാൻസ് ടു ടോക്ക് ബാക്ക് അല്ലേ. അപ്പോൾ താങ്ക് യു മിസ്സേ. സ്വപ്ന മിസ്സിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ, സ്വപ്ന മിസ്സ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അന്ന് മിസ്സ് ഭയങ്കര യങ്ങായിരുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ്. അപ്പോൾ MBA കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിച്ചു പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ മിസ്സ് PhD കഴിഞ്ഞ് വളരെ നന്നായിട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മാനേജ് ചെയ്യുന്നു. പിന്നെ കോളേജും ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ MES കോളേജ് മാറമ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 750 പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് 3000-ന് മുകളിലായി. അപ്പോൾ കോളേജ് ഓൾമോസ്റ്റ് 5 to 10 times വളർന്നു. ആൻഡ് മിസ്സും ആ രീതിയിൽ വളർന്നു, നോളജ് ലെവലായാലും കുട്ടികളുടെ ലെവലിലായാലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മിസ്സെ ഒന്ന് ക്യുക്കായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും മിസ്സിൻ്റെ ചൈൽഡ്ഹുഡും അതേമാതിരി ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ മൂവാറ്റുപുഴയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളായിരുന്നു. 6ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെയാണ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ ലെവൽ. പക്ഷേ ഞാൻ ഭയങ്കര ലക്കിയായിരുന്നു. എന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഭയങ്കര, എന്നെ മാത്രമല്ല എൻ്റെ സിസ്റ്ററിനെയും എൻ്റെ ബ്രദറിനെയും ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവണമെന്ന്. അങ്ങനെ എൻ്റെ സിസ്റ്ററും ബിടെക്കാണ്, ഞാനും ബിടെക്ക്, അതിനുശേഷം MBA ഒക്കെ പഠിക്കുമ്പോഴും അന്നത്തെയൊക്കെ കാലത്ത് വേഗം കല്യാണം കഴിച്ചു വിടുന്ന ഒരു ട്രെൻഡാണ്. പക്ഷെ അതിനൊന്നും പോകാതെ പഠിക്കണം എന്നുള്ള കാര്യം നമ്മുടെ ബ്രെയിനിൽ കുത്തി നിറച്ചത് എൻ്റെ ഫാദറാണ്. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കണം, ജോലിക്ക് പോകണം, കല്യാണം അല്ല പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് നമ്മളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തു തന്നതും എൻ്റെ ഉപ്പയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നിവിടെ നിഖിലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും മിസ്സിൻ്റെയൊക്കെ അന്നത്തെ ടൈമിൽ തന്നെ ഭയങ്കര നമ്മളൊക്കെ തമ്മിലൊരു ഭയങ്കര ബന്ധമായിരുന്നു. ഇപ്പം എനിക്ക് അന്ന് തോന്നിയത് കാര്യം വെച്ചാൽ ടീച്ചേഴ്സിൻ്റെ ഒരു ആവശ്യമാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് പറയും എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടുന്നുള്ളൊരു മെസ്സേജ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഇവിടെ നിന്ന് പോയി ഞാൻ ബാംഗ്ലൂരൊക്കെ പഠിച്ച ടൈമിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഷിഫ്റ്റ് എനിക്ക് വേണ്ട വന്ന കാര്യം വെച്ചാൽ ടീച്ചേഴ്സ് നിങ്ങൾ കാണിച്ചത്രയും അവർ മോശം എന്നല്ല പറഞ്ഞത്, അവർ ഒരു പ്രൊഫഷണൽസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചാലും കുഴപ്പമില്ല, അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് എപ്പോഴും എങ്ങനെയെങ്കിലും പഠിക്കണം മക്കളെ എന്നുള്ളൊരു മട്ടായിരുന്നു ഒരു ജീവിതം. അപ്പോൾ എനിക്കത് വലിയൊരു ഷിഫ്റ്റായിരുന്നു. ഞാൻ പുറത്ത് പോയി പഠിച്ചപ്പോൾ ഇപ്പം ചില ടൈമിൽ എനിക്ക് MBA പഠിക്കുമ്പോൾ ചില ടൈമിൽ ടീച്ചേഴ്സൊക്കെ നമ്മുടെ ആ മല്ലു ഇംഗ്ലീഷിൻ്റെ പേരിൽ തന്നെ നമ്മളൊരു റൂട്ട് ചില്ലറാണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് ഇത്തിരി മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്കിവിടെ ഒട്ടും കിട്ടിയിട്ടായിരുന്നില്ല നിങ്ങളുടെയൊക്കെ ടൈമിൽ. അപ്പോൾ അന്ന് നിങ്ങൾക്കൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഈ പഠിപ്പിക്കണത് അല്ലേ? അന്ന് മാത്രമല്ല, ഇന്നും എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് പഠിപ്പിക്കുക. ക്ലാസ്സിൽ പോവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്താ പറയുക, എല്ലാ ടെൻഷനും എല്ലാ സ്ട്രെസ്സും പോകുന്ന ഒരു സ്ഥലമാണ് ക്ലാസ് റൂംസ്. ഞാനും സ്റ്റുഡൻസും തമ്മിൽ ഭയങ്കര നല്ലൊരു കെമിസ്ട്രിയാണ്. ഇപ്പം നിഖിലിനെ തന്നെ അറിയാമല്ലോ. അത് ഞാനിപ്പോഴും നിങ്ങളുമായിട്ട് ടച്ചിലുണ്ട്. അപ്പം അതിൻ്റെ തന്നെ അറിയാം, എനിക്ക് ലോകത്ത് എവിടെ പോയാലും എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. അത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അന്നും ഇന്നും കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നും ഈ റിട്ടയർമെന്റിന്റെ വക്കിലും ഞാനത് കീപ്പ് ചെയ്യുന്നുള്ളതാണ്. എനിക്ക് ഉള്ള കാര്യം വെച്ചാൽ മിസ് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. അതിനേക്കാളും ഒരു അന്നത്തെ സെയിം ലെവൽ ഓഫ് എനർജി ഇപ്പോഴും എനിക്ക് തോന്നുന്നു മിസ് യങ് പിള്ളേരുടെ അടുത്ത് ജോലി ചെയ്യണതിന്റെ പേരിലായിരിക്കും അതിന്റെ. എപ്പോഴും എനിക്ക്
ഇപ്പൊ പറഞ്ഞാൽ 18, 19, 20 വയസ്സുള്ള കുട്ടികളായിട്ടാണ് കമ്പനി. അപ്പൊ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ ഒരു പ്രായമാണ് മനസ്സിൽ. അതെ. ഈവൻ ഇപ്പം നമ്മളിപ്പോൾ നോക്കണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ഉപ്പാട ഇതിൽ പഠിക്കാൻ പറ്റി, എന്നിട്ട് ഇതിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഡെഫിനറ്റ്ലി നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് ഇത് വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി എങ്ങനെയായിരുന്നു ഒരു കരിയറും ലൈഫൊക്കെ ആ പെട്ടെന്നുള്ള ചേഞ്ചസിൽ മാനേജ് ചെയ്തുകൊണ്ടുപോയത്? കല്യാണം കഴിഞ്ഞ് വിട്ട ഫാമിലിയിലാണെങ്കിലും ഹസ്ബൻഡ് മാത്രമാണ് ശരിക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു ബിലോ ആവറേജ് എഡ്യൂക്കേഷൻ ഉള്ള ഫാമിലിയാണ്. പക്ഷേ എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ള ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരു മരുമകൾ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു വില എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്. അവർ ആ ഫാമിലിയിൽ തന്നെ അവിടുത്തെ കുട്ടികളുടെ അവർക്കുണ്ടാകുന്ന മക്കളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലൊക്കെ എൻ്റെ അഡ്വൈസ് എപ്പോഴും ചോദിക്കുമായിരുന്നു. എപ്പോഴും അതുപോലെ അവിടെ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിന് അവിടെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സ് ആണെങ്കിലും അവരുടെ വൈഫ്സ് ആണെങ്കിലും ഒക്കെ എനിക്ക് എപ്പോഴും, അതുപോലെ എൻ്റെ സിസ്റ്ററിലോ എല്ലാവരും എന്നെ ഒരുപാട് റെസ്പെക്റ്റും വാല്യൂം എനിക്ക് തന്നിട്ടുണ്ട്. നല്ലൊരു എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ കരിയറും തന്നെയാണ് എൻ്റെ വാല്യൂ. ഒരു ഐഡന്റിറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കരിയറുള്ളതിൻ്റെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ബാക്കിയുള്ളവർക്കൊന്നും കിട്ടാത്ത ഒരു വാല്യൂ എനിക്ക് അവർ തരുന്നുണ്ടെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അതെൻ്റെ ജോലിയും എൻ്റെ എഡ്യൂക്കേഷനുമാണ് എനിക്കത് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ നമ്മൾ ഈ ജോലിയുടെ ടൈമാണെങ്കിൽ ഇപ്പോൾ മിസ് ശരിക്കും പറഞ്ഞാൽ MBA ആയി, ഫാമിലി നല്ല ഹാപ്പിയായി, ഇത് എല്ലാവരും ഇങ്ങനെ പോകുന്നു. ആ ടൈമിൽ പിന്നെയും പോയിട്ട് PhD ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെ മാനേജ് ചെയ്ത് ഒരു പ്രചോദനം ഇവിടെ നിന്നായിരുന്നു? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ്റെ സമയത്തൊക്കെ എപ്പോഴും നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസിന് പോകണം. അപ്പോൾ അവിടെ പലപ്പോഴും നമ്മൾ ടീച്ചേഴ്സാണ് എല്ലാവരും ട്രെയിനിങ്ങിന് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും അറ്റൻഡൻസ് എടുക്കുമ്പോൾ ചിലരുടെയൊക്കെ പേരെങ്ങനെ ഡോക്ടർ നിഖിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നതും നിഖിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് എനിക്ക് മിസ്സിസ് സ്വപ്നാവി മുഹമ്മദ് എന്ന് പറയുന്നതും ഡോക്ടർ സ്വപ്നാവി മുഹമ്മദ് എന്ന് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമായി. അതങ്ങനെ കേട്ട് മറ്റുള്ള ടീച്ചേഴ്സാണ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കും ഡോക്ടറേറ്റ് എടുക്കണം, എനിക്കൊരു ഡോക്ടർ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ പറയുന്ന എൻ്റെ ഫാദർ തന്നെയാണെങ്കിലും എപ്പോഴും പഠിത്തത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും പഠിക്കണമെന്ന് നമ്മളെ എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ആളാണ്. ഈവൻ ഫാദറിൻ്റെ ഡെത്ത് ബെഡിൽ പോലും എന്നോട് പറഞ്ഞിരുന്നത് PhD കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ തിസീസ് എന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫാദറിൻ്റെ പേരിലാണ്. കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷൻ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പല കുട്ടികളുടെയും ഒരു കാര്യം പറഞ്ഞാൽ ഒരു ലൈഫൊക്കെ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ചില ടൈമിൽ സ്റ്റക്ക് വരും. ഇപ്പോൾ ചിലപ്പോൾ അത് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് വേറെ സ്ഥലത്തായിരിക്കും, അപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇവർക്കൊരു ബ്രേക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ ബ്രേക്ക് എങ്ങനെ പ്രിപ്പയർഡ് ആവുക എന്നായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞിട്ട് എങ്ങനെ തിരിച്ച് വർക്ക് ഫോഴ്സിലേക്ക് വരാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് വരാമെന്നായിരിക്കും മിസ്സിൻ്റെ ഒരു അഡ്വൈസ്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലമാണ് ഞാൻ ബ്രേക്ക് എടുത്തത്. അതിൻ്റെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് FIP UGCയുടെ ഒരു ഫെലോഷിപ്പ് കിട്ടിയായിരുന്നു, വിത്ത് സാലറി 2 കൊല്ലത്തെ ലീവ്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ ആകെ ഒരു ബ്രേക്ക് എടുത്തുള്ളത്. അത് വിത്ത് സാലറി ആയതുകൊണ്ട് PhD ആയതുകൊണ്ട് ബ്രേക്ക് ഞാൻ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. PhDയുടെ സമയത്ത് നമ്മൾ ഈ 2 കൊല്ലം കൊണ്ട് PhD സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ വാങ്ങിയ ഫെലോഷിപ്പിൻ്റെ മുഴുവൻ കാശ് വിത്ത് ഇൻട്രസ്റ്റ് ഞാൻ UGCക്ക് തിരിച്ചടയ്ക്കും. അതുകൊണ്ട് 2 കൊല്ലം PhDക്ക് ഞാൻ ഫുൾ ബിസി ആയിരുന്നു. അതുകൊണ്ട് ബ്രേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ മാക്സിമം ബ്രേക്ക് എടുക്കരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഒരു മടി പിടിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് വരാതെ നോക്കുക. പിന്നെ എനിക്കൊരു ബ്രേക്ക് വരാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ ആയിരിക്കുമെന്ന്. ഇപ്പോഴും ഞാൻ May 31 റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ മുതൽ എനിക്ക് എവിടെയെങ്കിലും കയറണം എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ്. അതാണ്. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു കംഫർട്ട് സോണിലേക്ക് ഞാനല്ല ആരാണേലും പോകും. അതുകൊണ്ട് ബ്രേക്ക് വരാതെ നോക്കുക. ഞാൻ FIP ഫെലോഷിപ്പ് കിട്ടിയതിന് ശേഷം 2 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനു മുമ്പ് ഞാൻ 2005 രജിസ്റ്റർ ചെയ്തത്. പക്ഷേ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുമ്പോട്ടേക്ക് അധികം പോവില്ല. കാരണം നമുക്ക് അത്രയും വർക്ക് ലോഡ് ഉണ്ട്. നിങ്ങളെ പോലെയുള്ള കുട്ടികളെ ഇങ്ങനെ മാനേജ് ചെയ്യണമല്ലോ. 3 ബാച്ച് 200 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് UGCD ഫെലോഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് പോയിട്ട് ക്യുസാറ്റിൽ ആയിരുന്നു എൻ്റെ സ്റ്റഡി സെൻറ്റർ. 2 ഇയേഴ്സിനുള്ളിൽ ഹാർഡ് വർക്ക് ചെയ്ത്
അത് കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് 2 years കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തു. PhD അവാർഡ് ചെയ്തു. ഇതിൽ തന്നെ 2012 മെയ്യിൽ അവാർഡ് ചെയ്തു. 10 പോയി 12 അവാർഡ് ചെയ്തു. അത്ര ഈസി അല്ലല്ലേ, കുറച്ച് ടഫാണ്. നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. അതിനിടയ്ക്ക് നമ്മൾ UGC നെറ്റും പാസ്സായിരുന്നു. അപ്പോൾ ഇതിന് അതുകൊണ്ടാണ് ഇപ്പോൾ മിസ് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ PhD കൊടുക്കണ ഇതിലെന്തോ ബോർഡിൽ ഗൈഡ്ഷിപ്പ് ഉണ്ട്. ഗൈഡ്ഷിപ്പ് ഉണ്ട്. എൻ്റെ കീഴിൽ 3 കുട്ടികൾ PhD ചെയ്യുന്നുണ്ട്. 3 കുട്ടികൾ എന്നല്ല പറഞ്ഞ 3 ടീച്ചേഴ്സാണ്. വേറെ കോളേജസിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. എനിക്ക് ഗൈഡ്ഷിപ്പ് തന്നിരിക്കുന്നത് SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ ഇനി റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യും? അത് കണ്ടിന്യൂ ചെയ്യും. അവരെ 3 പേരും കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഗൈഡ്ഷിപ്പ് തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വല്ലതും ജോലി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് ടേക്കപ്പ് ചെയ്യും. അത് അതെനിക്ക് May 31 കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇത് പറയുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പറയണമെങ്കിലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ പിന്നെ പിള്ളേർക്ക് വലുതായി. പക്ഷെ എന്നാലും ഒരു ഡേ എങ്ങനെയാണ് ഒന്ന് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യണത്, അതൊന്ന് പറഞ്ഞു തന്നെ. എന്ന് പറഞ്ഞാൽ ഇതൊരു വില്ലേജ് ഏരിയ ആണ്, മാറമ്പിള്ളി എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് മെയ്ഡിനെ കിട്ടാൻ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം എനിക്കും ഒരു സാലറീഡ് എംപ്ലോയീനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരാൾക്കൊരു എംപ്ലോയ്മെന്റ് കൊടുത്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. ഈവൻ ഗവൺമെന്റ് ഇതുപോലെ തന്നെ ഞാൻ സൺഡേ, വീക്കെൻഡ്, പെയ്ഡ് ഹോളിഡേ എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ലീവ്സും എല്ലാസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എംപ്ലോയി എനിക്ക് എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഒരു ഫാക്ടറാണ്. പിന്നെ നേരത്തെ എണീറ്റ് രാവിലെ തന്നെ എല്ലാ പണികളെല്ലാം ചെയ്ത് തീർക്കും. കുട്ടികൾ ചെറുതായിരുന്ന സമയത്താണെങ്കിലും അവരുടെ സ്റ്റഡീസ് ഈവനിങ്സ് നൈറ്റ് ഫുള്ളും ഞാൻ തന്നെയാണ് കുട്ടികളുടെ സ്റ്റഡീസിന് കൂടെ ഇരിക്കുന്നത്. ഒരു 10th ഒക്കെ ആയ പിന്നെയാണ് ട്യൂഷൻ എന്ന് പറയുന്ന ഇതിലേക്ക് പോയിട്ടുള്ളൂ. അതുവരെ ഞാൻ തന്നെയാണ് അവരുടെ എല്ലാ സ്റ്റഡീസും നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഹസ്ബൻഡ് കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ നമ്മുടെ വീട്ടിലെല്ലാവരും എല്ലാ പണിയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അത് നേരത്തെ തന്നെ അങ്ങനെ ഒരു ക്ലൈമറ്റ് വീട്ടിലുണ്ടാക്കി വെച്ചുകൊണ്ട് കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ശരിക്കും ഒരു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എപ്പോഴും നമുക്കൊരു ശമ്പളം കിട്ടും. അപ്പോൾ ആ ഒരു ശമ്പളം കിട്ടുന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തായിരുന്നു? അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്നൊരു കോൺഫിഡൻസ് ചെറുതല്ല. കാരണം നമുക്ക് ഇപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും, ഇപ്പോൾ ഞങ്ങൾ വീട് വെക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ ഞങ്ങൾ 2 പേരുടെ വീട്ടിലും അത്രയധികം പൈസയൊന്നും ഇല്ലാത്തവർ, ഞങ്ങൾ 2 പേരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ വീട് വെക്കാനാണെങ്കിലും കാറ് വാങ്ങുന്നതിനാണെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങൾ ഈക്വൽ ഷെയർ ഇടുന്നത് കൊണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് വീട് മുമ്പോട്ട് പോകാനും അതുപോലെ തന്നെ മക്കളുടെ സ്റ്റഡീസിനൊക്കെ ആണെങ്കിലും ഇതുവരെ ഞാനൊരു ലോൺ എടുത്തിട്ടില്ല. അതും എനിക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. നമുക്കൊരു പ്രശ്നം വന്നാൽ ആരുടെ അടുത്തും പോയി ചോദിക്കേണ്ട അതെന്നാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അതുപോലെ തന്നെ എൻ്റെ ATM കാർഡ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്സ് ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനാണ്. ലോഞ്ചിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് അടുത്തുള്ളത്. ഇപ്പം ശരിക്കും നമ്മൾ ഒരു പൈസ മാനേജ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഒരു തമ്പ് റൂള് പറയാനുള്ളത്? ഒരു മിസ്സിന്റെ ഒരു ആദ്യമൊന്നും അത്രയും ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടക്കകാലത്ത് LICയിലായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. LIC പക്ഷേ പല പോളിസീസും അതിൻ്റെ ശരിക്കും ഞാൻ അറിയാതെ കുറച്ച് പൈസയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊക്കെ ട്യൂഷൻ ഫീസായിട്ട് പോയത് നിഖിലിൻ്റെ ഭാഷ പറഞ്ഞാൽ ട്യൂഷൻ ഫീ ആയിട്ട് ഞാൻ കണക്കാക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫിനാൻഷ്യലി ഇപ്പം പഠിച്ചു. അത്യാവശ്യം ഞാൻ പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട്സിലും ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാങ്കിലുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ള ഗോൾഡൊക്കെ എൻ്റെ കല്യാണം കഴിക്കുമ്പോൾ കിട്ടിയ ഗോൾഡൊക്കെ ഞാൻ വീട് പണിയാൻ നേരത്തൊക്കെ ഉപയോഗിച്ചായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഗോൾഡൊക്കെ വാങ്ങിച്ചു വെക്കും. അത് യൂസേജിന് വേണ്ടി മാത്രം, അങ്ങനെ ഇതായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാലം ഇനിയിപ്പം
റിട്ടയർമെന്റിന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിഖിലിന്റെ അടുത്തേക്ക് വരും. ഇത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പറയുമ്പോൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഒക്കെ കൊണ്ട് പറ്റുമ്പോൾ തീർച്ചയായിട്ടും നിഖിലിന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഇതെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മിസ്സൊക്കെ ശരിക്കും അത്യാവശ്യം ഒരു ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ടൈപ്പ് കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഹോബീസ്, എങ്ങനെയൊക്കെയാണ് അത് സമയം? ട്രാവലിംഗ് ആണ് മെയിൻ ഹോബി. അത്യാവശ്യം കുറേ ഇന്ത്യ അത്യാവശ്യം നന്നായി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ദുബായിലും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പിന്നെ ഓസ്ട്രേലിയ പോയി, UK പോയി, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ അത്യാവശ്യം ഉണ്ട്. ഇനിയും കുറെ ഉണ്ട് ബക്കറ്റ് ലിസ്റ്റിൽ പോണം. അത് ഒറ്റയ്ക്കാണ് പോകുന്നത്, ഹസ്ബൻഡ് ആയിട്ട് പോകും? കുറച്ചൊക്കെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ട്രാവൽ ഗ്യാങ് ഉണ്ട് ഗേൾസിന്റെ. ഗേൾസ് എന്ന് പറയാൻ പറ്റില്ല, ലേഡീസ്. പക്ഷെ ഞങ്ങളതിന് ഗേൾസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ BTech പഠിച്ചത് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ്. അപ്പൊ ഞങ്ങള് കുറച്ച് റൂംമേറ്റ്സും ഫ്രണ്ട്സും ആയിട്ട് കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഓസ്ട്രേലിയ ഒക്കെ പോയതും ഒക്കെ. നല്ല ട്രിപ്പായിരുന്നു. അപ്പം ലേഡീസ് ഒൺലി ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കി നമ്മളെ ബേർഡൻ ഒന്നും അങ്ങനെ മാറുന്നില്ല. ഇവരുടെ ഡ്രസ്സ് ഭയങ്കര കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ പോവുക, അവിടെ ചെല്ലുന്നു, നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു. ഏതെങ്കിലും Airbnb ആയിരിക്കും എടുക്കുന്നത് ഞങ്ങൾ മിക്കവാറും. അപ്പോൾ ഞങ്ങൾ അവിടെ കുക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഇഷ്ടംപോലെ എൻജോയ് ചെയ്യുന്നു. നമ്മളുടേതായ ഒരു ലോകമാണത്. ഭയങ്കര രസം അത്. അപ്പോൾ ഇത് എല്ലാ പിള്ളേരും കെട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു നമ്മുടെ കോളേജിലൊക്കെ പഠിപ്പിച്ച നമ്മുടെ മിസ് അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞു തരുന്നത് ഇതേമാതിരി ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തോട്ടെ. എന്തായിരിക്കും മിസ്സിൻ്റെ ഒരു അഡ്വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യങ് ക്രൗഡിന്? ഇപ്പം മിസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത്, ജനറലി ഫോർ ദ യങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഏജുള്ളവർക്ക് ലൈഫിനെ പറ്റി എന്തായിരിക്കും അഡ്വൈസ്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏൺ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഈ കടത്തിൽ നിന്നുകൊണ്ട് EMI ബേസ് ചെയ്ത് നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുതെന്നുള്ളതാണ്. നമ്മൾ പതുക്കെ പതുക്കെ ഒന്നൊരു വെയിറ്റ് ചെയ്യുക. നമ്മൾ ജോലിക്ക് പോയി അത്യാവശ്യമൊക്കെ ഏൺ ചെയ്ത് നമ്മൾ കുറച്ചൊക്കെ ഒരു 10% എങ്കിലും നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മന്തിലും നമുക്ക് കുറച്ച് എമൗണ്ട് നമുക്ക് എന്തായാലും സേവ് ചെയ്യാൻ പറ്റും. ആ പൈസ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം, എന്ത് വേണമെങ്കിലും. ഇപ്പം കാറ് വാങ്ങാനാണെങ്കിലോ ഫോൺ വാങ്ങാനാണെങ്കിലോ, ഇത് ഇപ്പോഴത്തെ ജനറേഷൻ ഒട്ടും ക്ഷമയില്ല, എല്ലാം വേഗം വേഗം വേണം. അത് വേണ്ട, നമുക്ക് കുറച്ച് ഒരു വർഷമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് പോസിബിൾ ആണ്. ആദ്യം നമ്മൾ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് ഏൺ ചെയ്യുക. നമ്മൾ അതുപോലെ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക. അത് കുക്കിംഗ് ആയിക്കോട്ടെ, നമ്മുടെ വർക്ക് ആയിക്കോട്ടെ, നമ്മുടെ ട്രിപ്പ് ആയിക്കോട്ടെ, എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുക. ഇപ്പം ഞാൻ നിഖിലിനോട് സംസാരിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ എന്ത് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ വർക്ക് ചെയ്യുക, ഏൺ ചെയ്യുക, എൻജോയ് ചെയ്യുക. അത്രയാണ് എൻ്റെ ഒരു പോളിസി. താങ്ക് യു. എനിക്ക് തോന്നുന്നത് ഇതൊരു എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് ആവട്ടെ. കാരണം ഞാനിപ്പോൾ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മണി ടോക്സിൽ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത് യങ് ആയിട്ടുള്ളൊരു ഒരു പോപ്പുലേഷനാണ്. പിന്നെ അവർക്കെന്ന് വെച്ചാൽ കരിയറിൽ സീരിയസ് ആവാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ഒന്നും കൂടിയും ഇപ്പോൾ അവർ ഏൺ ചെയ്യേണ്ടാവും, അവർ സേവ് ചെയ്യേണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അതൊന്നും കൂടിയും എങ്ങനെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. അപ്പോൾ മിസ്സിൻ്റെ ഈ ടോക്ക് എല്ലാവർക്കും ഒരു സന്തോഷവും ഇൻസ്പിറേഷൻ ആവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് മിസ്. താങ്ക് യു നിഖിൽ.